നായ കടിച്ച് ആകെ മുഖം വികൃതമായ കുട്ടികളുടെ, ശരീരത്തിൽ മുറിവ് പറ്റിയ കുട്ടികളുടെ ചിത്രം കണ്ടാൽ പിന്നെ ആർക്കാണ് വേദന ഇല്ലാതെ? നമ്മൾ വാർത്തയിൽ ഇടക്കിടക്ക് കാണുന്ന ഒരു വീഡിയോകളുണ്ടാവും. ചെറിയ കുട്ടികൾ മദ്രസ വിട്ട് വരുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുടെ പിന്നാലെ തെരുവു നായ്ക്കൾ ഓടിയെടുക്കുക. എന്നിട്ട് അവരെ കടിക്കാനൊരുങ്ങുക. 4-5 നായ്ക്കൾ ഒരുമിച്ച് ഓടിയെടുത്ത് പിന്നാലെ ഇങ്ങോട്ട് ഒരു വണ്ടി വരിക. ആ വണ്ടിയിൽ ഒരാൾ ഇറങ്ങുക, അങ്ങോട്ട് രക്ഷപ്പെടുത്തുക. തൊട്ടപ്പുറത്ത് ഒരു താത്ത ഓടി വന്ന് രക്ഷപ്പെടുത്തുക. എന്നിട്ട് നമ്മളിങ്ങനെ ആ നായ ഇങ്ങനെ ഓടുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചേ ആരെങ്കിലും കുട്ടിനെ കണ്ടെങ്കിൽ എന്നാലോചിക്കും. കാരണം അത്ര വലിയ പ്രശ്നങ്ങൾ. കഴിഞ്ഞൊരു 2-3 മാസം മുന്നേ കണ്ണൂരിലെ കുട്ടി കടിച്ച് കൊല്ലുകയും ചെയ്തു. അവർ മരണപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. അത് മരണപ്പെടേണ്ട, ഇനി ഒരു കടി കൊണ്ടാൽ തന്നെ നമ്മൾ ആലോചിക്കണം ആ കുട്ടിക്ക് പേവിഷ വരുമോ, ബാധ ഏൽക്കുമോ എന്ന് വിചാരിച്ച് ആ കുട്ടി എത്ര ഇഞ്ചക്ഷനാണ് പല സമയത്തായിട്ട് ചെയ്യുന്നത്. ഞാൻ ഇഞ്ചക്ഷൻ മറന്നുപോയാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അപകടം എത്ര വലുതാണ്. പേ പിടിച്ച പട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മരണപ്പെടുന്നതിൻ്റെ രൂപം എത്ര ഭീകരമായിട്ടാണ്. തെരുവു നായ്ക്കളെ ശല്യം കാരണത്താൽ വല്ലാത്ത പ്രയാസം നമ്മുടെ സമൂഹം അനുഭവിക്കുന്നതിന് ഒരുപാട് വീഡിയോകൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം കുറച്ച് വൈകിയാണെങ്കിലും വന്നിരിക്കുകയാണ്. തെരുവുനായ്ക്കളെ, അപകടകരമായ രീതിയിലുള്ള തെരുവുനായ്ക്കളെ കൊല്ലാം എന്നാണ് അതിൽ പറയുന്നത്. അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല, അതിനുള്ള എല്ലാ സുരക്ഷയും അവർക്ക് നൽകണം എന്നുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. വളരെ സ്വാഗതാർഹമാണ് പല വിഷയങ്ങളും. എല്ലാ ജീവികളെയും കൊല്ലണമെന്നോ പട്ടികളെ കൊല്ലണമെന്നോ ഒന്നുമല്ല. ഈ അപകടം ഉണ്ടാക്കുന്ന തെരുവുനായ്ക്കൾക്കെതിരെ നടപടിയെടുക്കുന്നത് കുറേ മുറവിളി ആവശ്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി വൈകിയാണെങ്കിൽ നല്ലൊരു വിധി ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേപ്പറിലെ ആദ്യ പേജുകളിൽ ആ വാർത്തയുണ്ട്. ഈ വാർത്ത വായിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവന് വിലയുണ്ടല്ലോ എന്നാണ് ഈ നായ്ക്കളെ കൊല്ലാൻ തടസ്സം നിൽക്കുന്ന മൃഗസ്നേഹികൾ പറയുന്നത്. ഈ പിന്നെ പട്ടികളെയും നായ്ക്കളെയൊക്കെ കൊല്ലാൻ തടസ്സം നിൽക്കുന്ന പിന്നെ മനുഷ്യജീവികളുണ്ട്, മനുഷ്യജന്മങ്ങളുണ്ട്. അവരെ പിന്നെ നമ്മൾ ഏതെങ്കിലും മൃഗങ്ങളുടെ പേരിട്ട് വിളിക്കാൻ പറ്റില്ല. കാരണം അത് പൈശാചികതയാണെന്നാണ് പറയാം. അത് മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇവിടെ മനുഷ്യൻ്റെ ജീവന് വിലയല്ലേ, മനുഷ്യൻ്റെ ജീവനാണ്. അതൊരു പൈശാചിക ചിന്തയാണ്. ഇത് ഞാനെന്തോ വലിയ ഒരു ആളാണ്, മൃഗസ്നേഹിയാണ്, ഈ എന്നിട്ട് ആ ജീവജാലങ്ങളെ സംരക്ഷിച്ച് പിന്നെ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ ജീവികളെ സ്നേഹിക്കലല്ല. ഈ ജീവികൾക്ക് അവരുടെ ഈ പ്രജനനം, അടുത്ത തലമുറകൾ ഉണ്ടാക്കാനുള്ള അതിൻ്റെ കഴിവ് തൽക്കാലം ഇഞ്ചക്ഷനിലൂടെ നിയന്ത്രിക്കാനുള്ള ആ കമ്പനികൾക്കുള്ള സഹായം ചെയ്യലാണ് ശരിക്കും അവർ ചെയ്യുന്നത്. അവരുടെ അടുത്ത് നിന്ന് വല്ലതും വാങ്ങിയിട്ടായിരിക്കും ഒരു പക്ഷേ ഈ മൃഗസ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നത് എന്നുള്ളത് തോന്നിപ്പോകാറുണ്ട്. വലിയ വിവാദങ്ങളിലേക്ക് വെച്ചൊന്നാണിത്. പിന്നെ ഒരു ഭാഗത്തുനിന്ന് ഇവരെ നിയന്ത്രിക്കണം, ഇത്തരം ഈ തെരുവ് നായ്ക്കളെയും പിന്നെ ഉള്ള നായ്ക്കളെയൊക്കെ കൊല്ലണം എന്നുള്ള അഭിപ്രായം വരുമ്പോഴും അതിനെതിരെ പല പ്രധാനപ്പെട്ട പല വ്യക്തികളും അതിനെതിരെ വീഡിയോ ചെയ്യുന്നു. അവർ ആ തെരുവിലെ നായ്ക്കളെ സംരക്ഷിക്കുന്ന വീഡിയോ കാണുന്നു. അങ്ങനെ പലതും വന്നിരുന്നു. ഈ വിഷയത്തിൽ പല ആർട്ടിക്കിളുകളും പല പ്രോഗ്രാമുകളും നമ്മളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല വിധി വന്നെന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. നായ കടിച്ച് ആകെ മുഖം വികൃതമായ കുട്ടികളുടെ, ശരീരത്തിൽ മുറിവ് പറ്റിയ കുട്ടികളുടെ ചിത്രം കണ്ടാൽ പിന്നെ ആർക്കാണ് വേദന ഇല്ലാതെ? വളരെ സങ്കടകരമാണ്. പല വീഡിയോകളും പലതിലും രക്ഷിക്കുന്ന വീഡിയോ നമ്മൾ കാണാറുണ്ട്. ഒരു വാഹനം വരുന്നു, കുട്ടി നായക്ക് നെത്തിയിരിക്കുന്നു, നായ പിന്മാറി പോകുന്നു, പിന്നെ കുട്ടിയെ മദ്രസ വിട്ട് വരുന്ന കുട്ടികളധികം. അതേ ഈ മദ്രസക്ക് കാരണം എന്ന് വെച്ചാൽ ഏറെ രാവിലെയാണ് ഇവർ പോവുക. ആ സമയത്ത് അധികം ആളുകൾ റോട്ടിലുണ്ടാവില്ല. തിരിച്ചു വരുമ്പോഴും അതങ്ങനെ തന്നെയാണ്. അതാണ് അധികം മദ്രസ കുട്ടികളുടെ ആക്രമണം നേരിടേണ്ടി വരുന്നത്.